DCC ട്രഷറർ വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാത്രിയാണ് വീട്ടിനുള്ളിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എപ്പോഴാണ് ഇവരെ ഇങ്ങനെയൊരു വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്താണ് സംഭവം? ഇന്നലെ രാത്രിയോടെയാണ് സുൽത്താൻ ബത്തേരിയിലെ മണിച്ചിറയിലെ വീട്ടിൽ ഇദ്ദേഹത്തെയും മകനെയും ഇളയ മകനെയും NM വിജയനെയും DCC ട്രഷറാണ് ഇദ്ദേഹത്തെയും മകനെയും വീട്ടിനുള്ളിൽ വിഷം അകത്തു ചെന്ന നിലയിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആദ്യം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇരുവരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് നിലവിൽ ഉള്ള സൂചനകൾ. എന്താണ് ഈ ഇത്തരത്തിൽ സാഹചര്യത്തിലേക്ക് എത്തിയതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി വർഷം സുൽത്താൻ ബത്തേരിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു NM വിജയൻ. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനാണ്. നിലവിൽ DCCയുടെ ട്രഷറാണ്. കോൺഗ്രസിന്റെ ജില്ലയിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന വിഭാഗങ്ങളുടെ പ്രധാനിയായി നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച ആളാണ്. കോൺഗ്രസ് ഐയുടെ വലിയ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ഉള്ള ആളായിരുന്നു. സുൽത്താൻ ബത്തേരി താലൂക്കിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ നിലയിലാണ് NM വിജയൻ പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇദ്ദേഹവും ഇളയ മകനും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. എന്താണ് ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്താണെന്ന് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് സൂചന. രതീഷ്, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റാരൊക്കെയാണുള്ളത്? ആരാണ് ഇവരെ ഇങ്ങനെ ഒരു നിലയിൽ കണ്ടത്? ആദ്യം ഇദ്ദേഹവും രണ്ട് ആൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹവും മൂത്ത മകനും വിവാഹിതനാണ്. ഭാര്യയും കുട്ടികളുമുണ്ട്. അദ്ദേഹത്തോടൊപ്പമാണ് ഇളയ മകനും ഇദ്ദേഹവും താമസിക്കുന്നത്. ഇന്നലെ ഈ വീട്ടിൽ ഇവർ പുറത്ത് ക്ഷേത്രത്തിൽ പൂജാപരിപാടികൾക്ക് മൂത്ത മകനും കുടുംബവും പുറത്തുപോയ സമയത്താണ് ഇത്തരത്തിൽ തിരിച്ചു വരുമ്പോഴാണ് ഇത്തരം അവസ്ഥ നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. തുടർന്നാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് ഗുരുതരാവസ്ഥയായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയത്. നിലവിൽ ഇത്തരം ഒരു സാഹചര്യം ഇല്ല. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങളോ മറ്റുള്ളതായിട്ട് അറിവില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും നേരിട്ട് വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അറിയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായി പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ ദീർഘകാലം ബത്തേരിയിലെ ബാങ്കിന്റെ സഹകാരിയായിരുന്നു. അത്തരത്തിലൊക്കെ എന്തെങ്കിലും സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് നിലവിൽ വ്യക്തതയില്ല. എന്നാലും അതും പോലീസ് ഉൾപ്പെടെ അതും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇരുവരും ഇപ്പോൾ കഴിയുന്നത്. ശരി രതീഷ്.